നമ്മൾ വചന പഠനം തുടങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് പഠിച്ചത്. അപ്പോൾ അവിടെ ഫരിസേയരുടെയും സദൂക്കായരുടെയും പ്രബോധനത്തെപ്പറ്റി ഈശോ പറഞ്ഞു. അതിനെക്കുറിച്ച് ഈശോ എന്താണ് വാക്ക് ഉപയോഗിച്ചത്? ഫരിസേയരുടെ പുളിമാവ്, തെറ്റായ പ്രബോധനം. ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ ചില വിഘടിത സഭകളുടെ തെറ്റായ പ്രബോധനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അത് വളരെ ഗൗരവമായി കാണണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ഇന്നലെ ആഗസ്തീനോസിനെ വായിക്കുമ്പോൾ വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞിരിക്കുകയാണ്, പാഷണ്ഡത പഠിപ്പിച്ച ഒരാൾ അവൻ മരിച്ചു പോയാലും അവനെ മകറോൻ ചൊല്ലണമെന്നാണ് ആഗസ്തീനോസ് പറയുന്നത്. ഇപ്പോൾ ഒരുത്തൻ തെറ്റ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാഷണ്ഡത പഠിപ്പിച്ചു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പെന്തക്കോസ്താക്കാർ പറയുന്ന പോലെ തെറ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാലും അവനെ അനാഥമ പ്രഖ്യാപിക്കണമെന്നാണ് ആഗസ്തീനോസ് പറയുന്നത്. ഇവരൊക്കെ വലിയ വിശുദ്ധരാണ്, അവരങ്ങനെ പറയുകയാണ്. അവർക്ക് ബൈബിൾ അറിയാൻ പാടില്ല എന്നിട്ടോ യേശുവിൻ്റെ സ്നേഹം അറിയാൻ പാടില്ല എന്നിട്ടില്ല. അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് തെറ്റായ പ്രബോധനത്തെ പിതാക്കന്മാർ കണ്ടിരുന്നത്. ഇവരെല്ലാം വലിയ വിശുദ്ധരാണ്, സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായിരുന്നു. പക്ഷേ അവർ തെറ്റ് പഠിപ്പിച്ചവരോട് ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കരുത്, പെന്തക്കോസ്താക്കാർക്കെതിരെ നിങ്ങൾ പറയുമ്പോൾ ഈ അച്ഛന്മാർക്കൊക്കെ ഒന്നൊരു സ്നേഹമില്ലേ, ഇവരിങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, അവരും യേശുവിനെ അല്ലേ വിളിക്കുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്, തെറ്റ് പഠിപ്പിച്ചാൽ ആ തെറ്റ് പഠിപ്പിക്കുന്നവരോട് അവരെ ദൈവത്തിൻ്റെ മക്കളായിട്ട് സ്നേഹിക്കണം. പക്ഷേ അവരുടെ ടീച്ചിങ്ങിനോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. അതിന് ശരിയായ കാര്യങ്ങൾ ജനത്തെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വഴി ദൈവം തുറന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ശരിയായ പ്രബോധനങ്ങൾ പഠിക്കാൻ കർത്താവ് ഒരു വാതിൽ തുറക്കും, അധികം താമസിക്കാതെ തുറക്കും. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണിത്. നമുക്കതുകൊണ്ട് ആദ്യം നമ്മളത് വളരെ ശ്രദ്ധയോടെ ഉച്ചത്തിൽ വായിക്കുന്നു. ദൈവവചനമാണ്, ദൈവം തന്നെയാണ് എന്ന ബോധ്യത്തിൽ ഉച്ചത്തിൽ വായിക്കണം. വായിച്ചേ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈശോ സഭ പത്രോസാകുന്ന പാറമേൽ സഭയെ സ്ഥാപിക്കുമെന്ന പ്രബോധനം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഈശോ എന്താ പറഞ്ഞത്? ഫരിസേയരുടെയും സദൂക്കായരുടെയും തെറ്റായ പ്രബോധനത്തെ സൂക്ഷിച്ചോണം. കണ്ടോ? ഈ പശ്ചാത്തലം നിങ്ങൾ മറന്നുപോരുത്. സത്യസഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, യേശുവിൻ്റെ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഒരുപാട് തെറ്റായ ഉപദേശങ്ങൾ കൊണ്ട് രൂപപ്പെട്ട സഭകളുണ്ടാവും. ഒരുപാട് തെറ്റായ ഉപദേശങ്ങളുടെ മേൽ പണിതുയർത്തപ്പെട്ട, മണൽത്തിട്ടമേൽ പണിതുയർത്തപ്പെട്ട സഭകളുണ്ടാവും. എന്നാൽ ഇത് പാറമേൽ സ്ഥാപിതമായ സഭയാണ്. അതെന്താണ്? അത് നമുക്ക് നോക്കാം. എന്താണ് ഈ പാറമേൽ സ്ഥാപിതമായ സഭ? അപ്പോൾ അത് പഠിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് യേശു മിശിഹ പറയുകയാണ്, നിങ്ങൾ ഫരിസേയരുടെയും സദൂക്കായരുടെയും തെറ്റായ പ്രബോധനത്തെ സൂക്ഷിച്ചോണം. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴും ഇനി ഒരു കൃത്യത ഉണ്ടാവണം. ഒരിക്കലും തെറ്റായ ഒരു പ്രബോധനം കേൾക്കാനോ അത് കാണാനോ ആ വഴിക്കോ പോകാൻ പോലും പാടില്ല. ഈ കാലത്ത് കൃത്യത ഉണ്ടാവണം. അപ്പോൾ അവർ ദൈവവചനമല്ലേ പറയുന്നത്?
അവർ കർത്താവിനെ അല്ലേ ഇങ്ങനൊന്നും ചിന്തിക്കരുത്, ആ വഴിക്ക് പോവുകയേ ചെയ്യരുത്. ഈശോ പറഞ്ഞിരിക്കുകയാണ് അവരുടെ പ്രബോധനത്തെ സൂക്ഷിച്ചോണം. അപ്പോൾ അതുകൊണ്ട് സഭ പ്രബോധിപ്പിക്കുന്നതിന് വെളിയിലുള്ള ഒരു പ്രബോധനത്തിലേക്കും പോകാൻ പാടില്ല. ഇനി എന്നിട്ട് ഈശോ അപ്പസ്തോലന്മാരെ അടുത്ത് വിളിച്ചിട്ട് കേസറിയ ഫിലിപ്പി, അത് സീസറിൻ്റെ പേരിൽ ഫിലിപ്പ് രാജാവ് സീസറിൻ്റെ പേരിട്ട് വിളിച്ച ഒരു നഗരമാണത്. സീസർ, തിബേരിയാസ് സീസർ. ആ സീസറിൻ്റെ പേരിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഗാന്ധി നഗർ എന്ന് പറയുന്ന പോലെ പിന്നെ എന്നാ പറയുക, പിന്നെ രാജാജി നഗർ, തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളാണ് രാജാജി നഗർ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പ്രശസ്തരുടെ പേരിട്ട് ഒരു സ്ട്രീറ്റിന് പേരിടുന്നത് പോലെ ഫിലിപ്പ് രാജാവ്, അതായത് ഫിലിപ്പ് രാജാവ് സീസറിൻ്റെ പേരിൽ നിർമ്മിച്ച നഗരത്തിൻ്റെ പേരാണ് കേസറിയ ഫിലിപ്പി. അപ്പം ഈ കേസറിയ ഫിലിപ്പിയുടെ ഒരു പ്രത്യേകത, കേസറിയ ഫിലിപ്പി വിഗ്രഹ ആരാധനയുടെ നാടാണ്. അവിടെ ഗ്രീക്ക് ദൈവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. വീനസും ജൂപ്പിറ്ററും പിന്നെ ഹെർക്കുലീസും സേവൂസും, ഇങ്ങനെ യവന ദേവന്മാരുടെ ഒരു വിശ്വാസം പ്രബലമായി നിന്ന സ്ഥലമാണ് ഈ കേസറിയ ഫിലിപ്പി. അപ്പോൾ അവിടെ യഹൂദന്മാർ അധികമില്ല. അപ്പോൾ യേശു യഹൂദന്മാരുടെ അടുത്തുനിന്ന് തന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ, യേശു യഹൂദന്മാരുടെ അടുത്തുനിന്ന് ശിഷ്യന്മാരെ വിളിച്ച് മാറ്റി കേസറിയ ഫിലിപ്പി കൊണ്ടുവന്ന് നിർത്തി. രണ്ടാണ് യേശുവിൻ്റെ ഉദ്ദേശം. ഒന്നാമത്തെ ഉദ്ദേശം, ഇവന്മാർ ഒരു ഉത്തരം പറയുമ്പോൾ യഹൂദന്മാർ വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് പേടിക്കാൻ പാടില്ല, പേടിച്ചിട്ട് ഉത്തരം മാറ്റി പറയരുത്. അതാണ് ഒരു ഉദ്ദേശം. അതായത് ഫരിസേയരും സദൂക്കായരും ഒക്കെ യേശു പഠിപ്പിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുവിന് നിർബന്ധമുണ്ട്, ശിഷ്യന്മാരാരും ഇനി പേടിച്ചിട്ട് സത്യം പറയാതിരിക്കരുത്. അതുകൊണ്ട് അവിടുന്ന് മാറ്റി, ലൊക്കേഷൻ മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. രണ്ടാമത്തെ യേശുവിൻ്റെ ഉദ്ദേശം, അനേക ദൈവങ്ങൾ, ദൈവവിശ്വാസം, വിഗ്രഹാരാധന പ്രബലമായി നിൽക്കുന്നൊരു സ്ഥലത്ത് വെച്ച് വേണം ഇവർ ശരിക്കും യേശുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതോ ഇതുപോലൊരു ദേവനാണോ, ഇതുപോലെ ഒരു കുട്ടി ദൈവമാണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ കേസറിയ ഫിലിപ്പിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, ആളുകൾ എന്താണ് എന്നെക്കുറിച്ച്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാർ മറുപടി പറയുകയാണ്, കർത്താവേ, ആളുകൾ പറയുന്നത്, അത് ഞങ്ങൾ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു, ആളുകൾ പറയുന്നതേ നീ സ്നാപക യോഹന്നാൻ. അങ്ങനെ പറഞ്ഞത് ഹെറോദേസാണ്. ഹെറോദേസാണ് പറഞ്ഞത് ഇവൻ സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നതായിരിക്കും. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, ഹെറോദേസിൻ്റെ വാക്ക് കേട്ടിട്ട് ഇവൻ സ്നാപക യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റതാണ്. ചില ആളുകൾ പറയുകയാണ് ഇവൻ ഏലിയായാണ്. ചില ആളുകൾ പറയുകയാണ് ഇവൻ ജെറമിയ ആണ്. ചില ആളുകൾ പറയുകയാണ് ഇവൻ പ്രവാചകന്മാരിൽ ഒരുവനാണ്, ഇവനൊരു പ്രവാചകനാണ്. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഈശോ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈശോ അടുത്ത ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. എന്നാൽ ആളുകളുടെ ഒപ്പീനിയൻ എല്ലാം പറഞ്ഞു. എൻ്റെ അടുത്ത ചോദ്യം, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്ന് നേരെ ഇരുന്ന് ഒത്തിരി ചാരല്ലേ, ഇന്ന് ഒത്തിരി ചാര അനുവാദമില്ല. നേരെ ഇരുന്ന് ഒരുപാട് ചാരരുത്, അങ്ങനെ അസുഖമുണ്ട്. ചാരി ഉടനെ ഉറങ്ങിപ്പോകുന്നൊരു അസുഖം, സ്വപ്നാംബുലിസിസ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ നേരെ ഇരുന്നോണം. ഇന്ന് അതിന് ചാരാൻ പാടില്ല. ഇന്നെനിക്ക് ഒത്തിരി എനർജി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിപ്പോകും. വളരെ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഇട്ട് നോക്കിയേ. അപ്പോൾ ഈശോ അടുത്ത് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ബർത്രോമിയ, ഫിലിപ്പോസ്, പറഞ്ഞേ, ഞാൻ ആരാണ്? ഞാൻ ആരാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും തീരുമാനിക്കാൻ പോകുന്നത് ഈ ചോദ്യമാണ്. നിങ്ങളുടെ മുഴുവൻ നിലപാടുകളെയും സ്വാധീനിക്കാൻ പോകുന്നത് ഇതിനുള്ള ഉത്തരമാണ്. നിങ്ങളുടെ സർവ്വ ഭയങ്ങളും മാറിപ്പോകാൻ പോകുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ ഭയം കൂടാൻ പോകുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ ഭയം മാറാൻ പോകുന്നത് ഇതിന് നൽകുന്ന ഉത്തരത്തിൽ ഇതാണ്.
അതുകൊണ്ട് ഈ ചോദ്യവും ഈ ഉത്തരവും ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പരമപ്രധാനമായ, മർമ്മപ്രധാനമായ, ഒരിക്കലും ലഘൂകരിക്കാനാവാത്ത, അവഗണിക്കാനാവാത്ത അത്രമേൽ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഈശോ ചോദിക്കുകയാണ്, ശരിക്കും പറ, ഞാൻ ആരാണ്? ഞാൻ ആരാ? നീ പറ, ഞാൻ ആരാണ്? കേസറിയ ഫിലിപ്പിയിൽ വെച്ച് അന്ന് ഈശോ തൊടുത്തുവിട്ട ആ ചോദ്യം ഇന്ന് വേറ്റിനാട് എത്തി നിൽക്കുകയാണ്. എന്നിട്ട് ആ ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് ഒരിക്കലും എവിടെയും ചെന്ന് തറയ്ക്കാതെ അന്തരീക്ഷത്തിലൂടെ അലയുന്നൊരു അസ്ത്രം ഉണ്ടെങ്കിൽ അതുപോലൊരു അസ്ത്രം പോലെ ഈ ചോദ്യം ഓരോ കാലഘട്ടത്തെയും മാനവരാശിയിലെ ഓരോ ഗണങ്ങളോടും, ക്രിസ്തീയ വിശ്വാസ ജീവിതം നയിക്കുന്ന എല്ലാ മനുഷ്യരോടും, എല്ലാ കൂട്ടങ്ങളോടും ഈ ചോദ്യം ഇങ്ങനെ അവരുടെ ചങ്കിൽ വന്ന് തറച്ച് നിരന്തരമായി ഈ ചോദ്യം അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെൽ മീ, ഹൂ ആം ഐ? ഹൂ ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാ? ഞാൻ ആരാ നിൻ്റെ? ഇതാണ് എല്ലാ ജീവിതത്തെയും, ജീവിത സാഹചര്യത്തെയും ഇനി തീരുമാനിക്കാൻ പോകുന്നത്. ഞാൻ ശരിക്കും ആരാണ്? അപ്പോൾ ഇതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തലശ്ശേരിയിലെ അച്ഛന്മാരുടെ ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ സിറോ മലബാർ സഭയിലെ ചില പ്രാർത്ഥന എടുത്തിട്ട് അച്ഛാ, ഇത് ശരിക്കും അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛന്മാരോട് ചോദിച്ചു. അച്ഛന്മാരത് വിശ്വസിക്കുന്നുണ്ടോ? അവർ ഞാൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന്, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. സ്നേഹത്തോടെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിശ്ചയമായും സ്വർഗരാജ്യം അവകാശമാക്കും. ഇത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? നമ്മളതിലേക്ക് വരും. ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, ഇതാണ് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കാൻ പോകുന്നത്. മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കാൻ പോകുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയും, അതായത് നിങ്ങൾ എന്തെങ്കിലും വിശ്വസിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും. ഇപ്പം ഇന്ന് രാവിലെ ഞാനിങ്ങനെ, കർത്താവേ സംസാരിക്കണേ 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 എന്ന് പറഞ്ഞിട്ട് വചനം തുറക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു സുവിശേഷം ആര് പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനാവട്ടെ. പൗലോസ്ലീഹ പറയാണ്, ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിലാണ് പൗലോസ്ലീഹ ഭയങ്കര വഴക്കുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് അപ്പസ്തോലന്മാർ പത്രോസിനോടൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. വഴക്കുണ്ടാക്കിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, കേപ്പായുടെ മുഖത്ത് നോക്കി ഞാൻ കുറ്റപ്പെടുത്തി, കേപ്പാ നീ സുവിശേഷത്തിൽ ഇപ്പം ഇച്ചിരി വെള്ളം ചേർക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, എനിക്കൊരു വെളിപാട് വഴിയാണ് ഈ സുവിശേഷം ലഭിച്ചത്. ഈ സുവിശേഷത്തിന്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും സുവിശേഷം പറഞ്ഞാൽ അവൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. എന്ന് പറഞ്ഞാൽ പല സുവിശേഷങ്ങളുണ്ട്, പലതരത്തിൽ സുവിശേഷത്തെ മനസ്സിലാക്കിയവരുണ്ട്. ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ശപിക്കപ്പെട്ടവരാണെന്ന്. അതാ കർത്താവ് പറയുന്നത്. ശരിക്കും സുവിശേഷം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മേലൊരു ശാപം ഉണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കർത്താവേ സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെ ഉറപ്പിക്കണമേ, അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹരാകുവാൻ ഞങ്ങൾക്കിടയാകരുതേ. സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു മാറിയിട്ട് ശിക്ഷാർഹരാകുവാൻ ഞങ്ങൾക്കിടയാവരുതേ എന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസത്തിൽ നിന്ന് മാറിയാൽ അതിൽ തന്നെ ഒരു ശിക്ഷയുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക, കൂടുതൽ ശ്രദ്ധിക്കുക. അതായത് ഇത് ഞാനിന്ന് ഒരു പരമാവധി, എൻ്റെ കഴിവിൻ്റെ പരമാവധി
കർത്താവിൻ്റെ കൃപയുടെ പരമാവധി, എന്നെ പ്രവർത്തിക്കുന്ന കൃപയുടെ പരമാവധി ഞാൻ പരിശ്രമിച്ച് ഞാനിത് മനസ്സിലാക്കി തരാം. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് ഞാനങ്ങ് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കാൻ, ദൈവമേ ഇത് പറയുമ്പോൾ ആളുകൾക്ക് പിടിയിട്ടുന്നില്ലല്ലോ, ഇതങ്ങോട്ട് ഗ്രഹിച്ചാലുണ്ടല്ലോ നമുക്ക് വരാൻ പോകുന്ന ഒരു ശക്തി ഭയങ്കരമാണ്. നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത ശക്തിയാണ്. അതായത് യേശു യഥാർത്ഥത്തിൽ ആരാണ്? യേശു എനിക്കാരാണ്? ഞാൻ എന്താണ് ഈ ഭക്ഷിക്കുന്നത്? ഞാൻ എന്താണ് ഈ പാനം ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്തെങ്കിലും വിശ്വസിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിച്ചാൽ കുറച്ച് അനുഗ്രഹം കിട്ടും, അങ്ങനെ ചെയ്താൽ ഇത്തിരി അനുഗ്രഹം കിട്ടും, ഇങ്ങനെ മുട്ട ഇങ്ങനെ 5 പ്രാവശ്യം നിന്ന അനുഗ്രഹം, ഇതൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. ശരിക്കുള്ളത് വിശ്വസിക്കണം. ശരിക്കുള്ള കർത്താവിൻ്റെ ടീച്ചിങ് വിശ്വസിക്കണം. ശരിക്കും കർത്താവ് എന്തിനാണ് വന്നത് അത് വിശ്വസിക്കണം. ശരിക്കും കർത്താവ് എന്താണ് ചെയ്തത്, മാമോദീസയിൽ എന്താണ് സംഭവിച്ചത്, അതൊക്കെ വിശ്വസിക്കണം. അതൊക്കെ വിശ്വസിച്ചാൽ നമ്മുടെ തലം മാറും, നമ്മുടെ ജീവിതമേ മാറും. എന്നുവെച്ചത് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ ചോദ്യം പ്രധാനപ്പെട്ടല്ലേ? പറ. ഈശോ നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, മക്കളെ പറഞ്ഞേ, ഞാൻ ആരാന്നാണ് നീ പറയുന്നേ? ഞാൻ ആരാ? അപ്പോൾ ഈ ചോദ്യം ഈശോ ചോദിക്കുമ്പോൾ ഈശോയ്ക്ക് നിർബന്ധമുണ്ട്, വല്ലവരും പറഞ്ഞു കേട്ട അഭിപ്രായമല്ല ശിഷ്യന്മാർ പറയേണ്ടത്. അതുകൊണ്ടാണ് ആദ്യം ആളുകൾ പറയുന്നത് ചോദിച്ചത്. മനസ്സിലായി? ടെക്നിക്ക് പിടി കിട്ടിയോ? ആദ്യം എന്താണ്, എടാ മനുഷ്യരെന്താ എന്നെക്കുറിച്ച് പറയുന്നേ? മനുഷ്യർ പറയുന്നു ഏലിയാണ്, സ്നാപയോഹന്നാനാണ്, ജെറമിയാണ്. നിങ്ങളെന്ത് പറയുന്നു? ജെറമിയാണ്. അപ്പോൾ അവർ പറഞ്ഞത് നീ വിശ്വസിച്ചല്ലേ? മനസ്സിലായോ? ഇതാണ് ആ കളി. അതായത് ആളുകൾ പറയുന്നതല്ല ഇവർ മനസ്സിലാക്കേണ്ടത്, വല്ലവരും പറഞ്ഞ അഭിപ്രായമല്ല, കർത്താവിൻ്റെ ആത്മാവ് ഇവർക്ക് എന്താണ് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് ഈശോ അവരോട് ചോദിക്കുകയാണ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നല്ല, നിങ്ങൾക്ക് എന്താണ് പിതാവ് വെളിപ്പെടുത്തി? എൻ്റെ കൂടെ ഇത്രയും നാൾ നിങ്ങൾ താമസിച്ചു, ഇപ്പോൾ ഇതേ 3 കൊല്ലം പോകുന്നു, നിങ്ങൾ പറ ഞാൻ ആരാണ്? ഉടനെ പത്രോസ് ലീഗ മറുപടി പറയുകയാണ്. അദ്ദേഹം ഇങ്ങനെ മറുപടി പറയുന്നു, ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒന്ന് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്നോട് പറഞ്ഞേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്നോട് പറഞ്ഞേ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇപ്പം ഈ എപ്പോഴും ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത് സഭയാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? തോന്നിയ പോലെ പത്രോസ് പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. പത്രോസ് പറയുന്നുണ്ട്, 2-ാം ലേഖനത്തിലാണ് വിശുദ്ധ ലിഖിതങ്ങൾ. അന്ന് വായിച്ചേ. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ 1-ാമത്തെ മാർപ്പാപ്പ പറയുകയാണ്, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. 2 പത്രോസ് 1:20. 2 പത്രോസ് 1:20 വായിച്ചേ. സ്ക്രീനിൽ നോക്കി വായിച്ചേ. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതങ്ങളിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, കണ്ടോ? അപ്പോൾ ആർക്കെങ്കിലും എവിടെങ്കിലും നിന്ന് ബൈബിൾ എടുത്തിട്ട് തോന്നുന്നത് പറയാൻ അനുവാദമില്ല. ഇപ്പോൾ ഒരു പെന്തക്കോസ്താക്കാരന് ബൈബിൾ എടുത്തിട്ട് തോന്നുന്നത് പറയാൻ അനുവാദമില്ല. 2000 വർഷമായി തിരുസഭ അപ്പസ്തോലന്മാരുടെ കാലം മുതൽ ബൈബിളിനെ എങ്ങനെ വ്യാഖ്യാനിച്ചോ അങ്ങനെ വ്യാഖ്യാനിക്കാൻ അനുവാദമുള്ളൂ. ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? വിശുദ്ധ ലിഖിതങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്താണ് കാരണം? എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനസ്സിലായി, പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് ദൈവത്തിൻ്റെ മനുഷ്യൻ സംസാരിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരെങ്കിലും ബൈബിൾ എടുത്തിട്ട് ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരാൾ എഴുന്നേറ്റ് ബൈബിൾ എടുത്തിട്ട് എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, അനുവാദമില്ല. അതുകൊണ്ടാണ് അഗസ്തീനോസ് പറഞ്ഞത്, തെറ്റൊരുത്തം പഠിപ്പിച്ചാൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ പോലും അവനെ അനാഥമാസിത്ത്. നിങ്ങൾക്ക് ഇതിന് ഗൗരവം പിടിയിട്ടുന്നുണ്ടോ? മനസ്സിലായോ? അപ്പം നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാവാൻ പറ്റില്ല. വിശുദ്ധ ലിഖിതങ്ങളിലെ പ്രവചനങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇങ്ങോട്ട് നോക്കിയേ, എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പം ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒരു സെൻറ്റൻസ് പറയുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ,
ഇപ്പം ഞാൻ പറയുകയാണ്, ചേട്ടന് പ്രയാസമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം ചേട്ടനാ 10,000 രൂപ എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. ചേട്ടനാ 10,000 രൂപ എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സെൻറ്റൻസ്. ഓക്കെ, ഈ സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചേട്ടൻ ഈ 10,000 രൂപ, ചേട്ടനാ 10,000 രൂപ എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാനതിനെ പറയുന്ന വിധം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചേട്ടൻ ആ 10,000 രൂപ എടുത്തെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ചേട്ടനല്ല, വേറെ ആരോ എടുത്തിട്ടുണ്ട്. എംഫസിസ് ശ്രദ്ധിച്ചോണം. ചേട്ടൻ ആ 10,000 എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായല്ലോ? അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോണം. ചേട്ടൻ ആ 10,000 എടുത്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ 5,000 എടുത്തിട്ടുണ്ട്. അർത്ഥം മാറുന്നത് കണ്ടോ? ആദ്യത്തേത് ചേട്ടൻ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും നോക്കിയിട്ട് പറയാണ് ചേട്ടൻ എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ചേട്ടൻ എടുത്തെന്ന് എൻ്റെ മനസ്സിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചേട്ടന 10,000 എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. 2,000 5,000 ഒക്കെ എടുത്തിട്ടുണ്ട്. ചേട്ടന 10,000 എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ചേട്ടന 10,000 എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എഴുതി വെച്ചിട്ടുണ്ട്, പറയുന്നില്ല. ഇതുണ്ട്, ഒരു സെൻറ്റൻസാണ്, 4 അർത്ഥമായോ? എൻ്റെ ചോദ്യം ഇതാണ്, ഈ 4 അർത്ഥത്തിൽ ഏതർത്ഥമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ആര് പറയും? ഈ 4 അർത്ഥത്തിൽ ഏതർത്ഥമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ആര് പറയും? ഒരു സെൻറ്റൻസിൻ്റെ കാര്യം ഞാനീ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ 10,000 സെൻറ്റൻസുകൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചതിൻ്റെ അർത്ഥം ഏതാണെന്ന് വഴി നിൽക്കുന്ന ഒരുത്തം പറഞ്ഞാൽ ശരിയാവുമോ? അത് അപ്പസ്തോലന്മാരുടെ പൈതൃകമുള്ള സഭ പറയണം, ഇതാണ് പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ച അർത്ഥം. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ പറ്റില്ല. ഇന്നലെ ബൈബിള് കിട്ടിയ ഒരുത്തൻ, ഇന്നലെ ബൈബിൾ അവന് കിട്ടിയുള്ള ആദ്യമായിട്ട് അവൻ എടുത്തിട്ട് പറയുകയാണ് ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2000 വർഷമായിട്ട് തിരുസഭ ബൈബിളിനെ വ്യാഖ്യാനിച്ചൊരു രീതിയുണ്ട്. തിരുസഭ പറയുകയാണ് ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. ആര് പറഞ്ഞു? അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ശേഷം പോളികാർപ്പ് പറഞ്ഞു, അദ്ദേഹത്തിന് ശേഷം ഇഗ്നേഷ്യസ് പറഞ്ഞു, വിശുദ്ധ അത്തനാശാസ് പറഞ്ഞു, വിശുദ്ധ ജെറോം പറഞ്ഞു, വിശുദ്ധ ഹിലരി പറഞ്ഞു, വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു, വിശുദ്ധ അംബ്രോസ് പറഞ്ഞു, വിശുദ്ധ അക്വിനാസ് പറഞ്ഞു. അവർക്ക് അങ്ങനെയാണ് പറഞ്ഞേ. അതാണ് സത്യം. മനസ്സിലായില്ലേ? അല്ലാതെ ഇന്നലെ ഇവിടെ നിന്നെങ്ങാണ്ടൊരു കോട്ടെടുത്ത് ഇട്ടിട്ട് ഒരുത്തം പറയുന്ന അല്ല അതിൻ്റെ അർത്ഥം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് കർത്താവിൻ്റെ സഭ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഒറ്റ സെൻറ്റൻസ് പത്രോസിലേക്ക് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കണ്ടോ? ജീവനുള്ള ദൈവത്തിൻ്റെ. പറഞ്ഞേ, ജീവനുള്ള ദൈവത്തിൻ്റെ. എന്താ അതിൻ്റെ അർത്ഥം? ജീവനുള്ള ദൈവത്തിൻ്റെ. എവിടെ നിൽക്കുന്നേ? ഇവരെവിടെ നിൽക്കുന്നേ? ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? കുറേ ജീവനില്ലാത്ത മരിച്ചുപോയ ദൈവങ്ങളുണ്ടവിടെ. പത്രോസ് പറയാണ് നീ ജീവനുള്ള ചത്ത് മലച്ച് മണ്ണടിഞ്ഞ് പുഴുവരിച്ച ദൈവമല്ല, ജീവനുള്ള. പറഞ്ഞേ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കണ്ടോ? ജീവനുള്ള. നീ ജീവിക്കുകയാണ്. ഇപ്പം ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ നീ ജീവനോടെ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയാ. കിട്ടുന്നുണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ. അതാണ് ഒന്നാമത്തേത്. ജീവനുള്ള, ജീവിച്ചിരിക്കുന്ന, ഇപ്പം നമ്മളോട് സംസാരിക്കുന്ന, ഇപ്പം നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന, ഇപ്പം നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ഇപ്പം നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, ഇപ്പം നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതാണ് ഒന്നാമത്തേത്, ജീവനുള്ള. 2, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ദൈവത്തിൻ്റെ പുത്രനാണ് നീ.
സാരാംശത്തിൽ നിന്നുള്ള സാരാംശം, സത്തയിൽ നിന്നുള്ള സത്ത, ദൈവത്തിൽ നിന്നുള്ള ദൈവം, അല്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവം, സാരാംശത്തിൽ നിന്നുള്ള സാരാംശം, സത്തയിൽ നിന്നുള്ള സത്ത, ദൈവം തന്നെയായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. മനസ്സിലായോ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ, മൂന്നാമത്തേത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, മിശിഹ. നൂറ്റാണ്ടുകളായി യഹൂദജനം കാത്തിരുന്ന മിശിഹായാണ് നീ. പെർഫെക്റ്റ് അട്ടറൻസ് ഓഫ് ഫെയ്ത്ത്, പെർഫെക്റ്റ്. ഇതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസ പ്രഖ്യാപനമാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒന്ന് എഴുന്നേറ്റേ. അതായത് ഈ ഒരൊറ്റ കാര്യത്തിൽ ബന്ധനങ്ങളെല്ലാം അഴിയും. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ദേവാലയത്തിൽ ചൊല്ലുന്ന സമയത്ത് ഓടിച്ചു വിടരുത്. അതായത് വളരെ വേഗത്തിൽ അങ്ങ് ചൊല്ലിപ്പോകരുത്. വിശ്വാസ പ്രമാണമാണ് ഏറ്റവും നിർത്തി. ആ സമയത്ത് വേറെ ഒരു പരിപാടിയും പള്ളിയിൽ നടത്തരുത്. വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്ത് വിശ്വാസ പ്രമാണമാണ് നമ്മുടെ മാമോദീസായിലെ വാഗ്ദാനങ്ങളെല്ലാം ജ്വലിപ്പിക്കുന്ന സമയം. ആ സമയത്താണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിശ്വാസമായിട്ട് സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ, അല്ലെ, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനം നന്നായിട്ട് നടത്തിയാൽ, ഇപ്പോൾ ഈ പത്രോസ്ലീഹ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് ഈശോ പറഞ്ഞത്? യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. കേട്ടോ, നമ്മൾ കുർബാനയ്ക്ക് നിന്ന് നന്നായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ കർത്താവ് മേളിൽ നിന്ന് ഇത് തന്നെ പറയും. ചാക്കോയുടെ പുത്രനായ അന്തോണി നീ ഭാഗ്യവാൻ, അങ്ങനെ പറയും. ഭാഗ്യവതി. നമ്മൾ ഈ വിശ്വാസം നന്നായിട്ട് പറയണം. ഓടിച്ചു വിടരുത്. വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്ത് വേഗം പോകരുത്, സ്പീഡിൽ പോകരുത്. നമുക്ക് ഒരു തിരക്കുമില്ലല്ലോ, വളരെ സാവകാശം പോകാവും, നിർത്തിയേ പോകാവും. അപ്പോൾ ശ്രദ്ധിക്കുക, സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പറയുന്ന പോലെ പത്രോസിക്ക് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിതിൻ്റെ വിശദാംശങ്ങൾ കുറച്ച് കഴിഞ്ഞോ ഉച്ച കഴിഞ്ഞോ ഒക്കെ ആയിട്ട് പറയും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതെല്ലാം. ഇപ്പോൾ ഇത് മാത്രം ഒന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബന്ധനങ്ങൾ മുറുകുമോ ബന്ധനങ്ങൾ അഴിയുമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യോഹന്നാൻ്റെ ഒരു വാക്യം ഒന്ന് കേട്ടെ, ഒന്ന് കണ്ണടച്ച് കേട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈശോ പറയുകയാണ്, 24-ാമത്തെ വാക്യം, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഒന്ന് കണ്ടു പറഞ്ഞേ. ഇത് ഞാൻ വേറൊരു രീതിയിൽ പറയാൻ പോവാണ്. ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവായ ഞാൻ ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ നിൻ്റെ രോഗങ്ങളിൽ മരിക്കും, നീ നിൻ്റെ ബന്ധനങ്ങളിൽ മരിക്കും, നീ നിൻ്റെ ശാപങ്ങളിൽ മരിക്കും, നീ നിൻ്റെ തകർച്ചകളിൽ മരിക്കും. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ നിൻ്റെ ബന്ധനങ്ങളിൽ മരിക്കും. എന്നാൽ അതിൻ്റെ മറുവശമോ, ഞാൻ തന്നെ എന്ന് വിശ്വസിച്ചാൽ നീ വിടുതൽ പ്രാപിച്ച് മരിക്കും, നീ രക്ഷപ്പെട്ടിട്ട് മരിക്കും, നീ സമാധാനം അനുഭവിച്ചിട്ട് മരിക്കും, നീ സന്തോഷത്തോടെ മരിക്കും. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധനങ്ങളിൽ മരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയിൽ ഞാൻ പറയുകയാണെന്ന് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഇത് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. ആളുകൾക്ക് ഇപ്പോഴും പരിശുദ്ധ കുർബാനയുടെ ശക്തി മനസ്സിലായിട്ടില്ല.
അവർ പറയുന്നത് കൂടോത്രത്തിനാണ് ശക്തി, അവർ പറയുന്നത് സ്ഥലത്തിൻ്റെ ബന്ധനത്തിനാണ് ശക്തി, അവർ പറയുന്നത് ആ അമ്പലം അവിടെ ഇരുന്നതിനാണ് ശക്തി, അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ അവർ അവിടെ വെച്ച പിന്നെ എന്നാ ഇത് മറ്റേ പപ്പായ മരം നട്ടതിനാണ് ശക്തി, അത് ഞങ്ങളെ കടം കയറുകയാണ്. അല്ല കടച്ചക്ക നട്ടപ്പോൾ കടം കയറി. എന്തോ ഒരു മനുഷ്യരാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടെങ്കിൽ അത് തരണം, ഞങ്ങൾക്ക് ഇവിടെ കുറേ നടാനാണ്. അതായത് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നില്ലേ? സ്നേഹമോടന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടും അവൻ സ്വർഗം നിശ്ചയമായി. മാത്രമല്ല, ഇത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ എല്ലാ ആരാധനകളിലുമുണ്ട്. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് ദൈവം തന്ന മഹത്വം, നമുക്ക് ദൈവം തന്ന ഈ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ യേശുവിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ യേശുവിനെ ഏതോ ഒരു ചെറിയ കുട്ടി ദൈവമായിട്ടാണ് മനസ്സിലാക്കിയത്. ഒരു കുട്ടി ദൈവം, കുഴപ്പമില്ല, കുറച്ച് അടിയിടിയൊക്കെ കൊണ്ട ആളാണ്, ആണിയൊക്കെ അടിച്ച് പാവമാണ്, അയ്യോ പാവം, അങ്ങനെ ഉള്ളു. ഇവനാരെന്നറിയാം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ അധികാരത്തിനകത്ത് നിങ്ങളുടെ മണ്ണിൻ്റെ മേലുള്ള അധികാരം പെടുവോ? അത് പറ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും. അപ്പം നിങ്ങളുടെ ആ മണ്ണിൻ്റെ ബന്ധനം അഴിക്കാൻ ആ യേശുവിന് ശക്തിയില്ലേ? ആ യേശുവിനെ സ്വീകരിച്ച, പരിശുദ്ധ കുർബാന സ്വീകരിച്ച നിങ്ങൾ കാല് ചവിട്ടുമ്പോൾ ആ ബന്ധനം അഴിഞ്ഞില്ലേ? അതെന്താ നിങ്ങൾ വിശ്വസിക്കാത്തത്? അതാണ് നമുക്ക് പറ്റുന്ന ഒരു അപകടം. നമ്മൾ യേശുവിനെ ശരിക്കും വിശ്വസിച്ചിട്ടില്ല, നമ്മൾ യേശുവിനെ ശരിക്കും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഈശോ ചോദിക്കുകയാണ്, പറ ഞാൻ ആരാണ്? നിൻ്റെ വീട്ടിൽ ഞാൻ ആരാണ്? നീ ഇങ്ങനെ വിചാരിക്കുകയാണ്, പൂർവിക ശാപം, ബന്ധനം, അടിമത്തം, പിശാച്, നീ ഇങ്ങനെ നടക്കുകയാണ്. പറ, നീ എന്താണ് മാമോദീസായിൽ സ്വീകരിച്ചത്? നീ ആരെയാണ് സ്വീകരിച്ചത്? നീ ആരെയാണ് കുർബാനയിൽ സ്വീകരിച്ചത്? ഇത് വിശ്വസിച്ചാൽ പ്രിയപ്പെട്ടവരെ സകല ബന്ധനങ്ങൾ അഴിയും. പിന്നെ ബന്ധനമില്ല. മനസ്സിലായോ? ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വാസത്തിൻ്റെ ഒരു കൃപ തുറക്കപ്പെടണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ആഗ്രഹിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കുറെ കൂടി സ്വരം ഉയർത്തി. ഈശോയെ, വിശ്വാസത്തിൻ്റെ ശക്തി തുറക്കപ്പെടട്ടെ, വിശ്വാസത്തിൻ്റെ അഭിഷേകം തുറക്കപ്പെടട്ടെ, വിശ്വാസത്തിൻ്റെ ശക്തി തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളുടെ മേലും ചൊരിയപ്പെടട്ടെ. ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, വെളിപാടിൻ്റെ ജ്ഞാനത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. വിശ്വസിക്കാനുള്ള കൃപ എല്ലാ മക്കളിലും നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം. അപ്പോൾ മത്തായി ശ്ലീഹ പറയുകയാണ്, ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുമ്പോൾ, നമ്മളത് വായിക്കുമ്പോൾ പത്രോസ് ശ്ലീഹ പറഞ്ഞതായിട്ട് മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനം നിങ്ങളിന്ന് എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാം കഴിയാതെ പോകരുത്. എത്ര തിരക്കുണ്ടെങ്കിലും. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യം ഇന്ന് ആ വെളിപാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ നമുക്കത് മനസ്സിലായി കഴിയുമ്പോഴാണ് നമുക്ക് വലിയ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് തുറന്നു പറയട്ടെ. അതായത് ഞാൻ ഈ പെന്തക്കോസ്ത കഴിഞ്ഞതിന് ശേഷമുള്ള എനിക്ക് കിട്ടിയ തിരിച്ചറിവുകളുടെയും ബോധ്യങ്ങളുടെയും എല്ലാം വെളിച്ചത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അനേക ഉത്കണ്ഠകൾ, ഭാരം, ഭയം, ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഞാൻ വളരെ ഒരു ഫ്രീ ബേർഡിനെ പോലെ നടക്കുകയാണ്. ഇത് വെച്ചാൽ എനിക്ക് സുവിശേഷം, ദൈവമേ സുവിശേഷം തരുന്നൊരു സ്വാതന്ത്ര്യം, അത് എനിക്ക് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലായത് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. അതായത് സുവിശേഷം തരുന്നൊരു ശക്തി, സുവിശേഷം തരുന്നൊരു വിടുതൽ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ശരിക്കും അതുകൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ വായിച്ചത് മത്തായി 8 ഏതാണ്, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അതിന് തൊട്ടടുത്ത വാക്യങ്ങൾ എന്താണെന്നറിയാം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും.
കണ്ടോ, സത്യം അറിഞ്ഞാലേ ഈ സ്വാതന്ത്ര്യം കിട്ടൂ. സത്യം അറിഞ്ഞില്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ അടിമത്തവും വിഷമവും ഭാരവും. സത്യം, സുവിശേഷത്തിൻ്റെ ആ പൊരുൾ അങ്ങോട്ട് പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ അത് തരാനാണ് ഈശോ വന്നത്. മറ്റേ ധ്യാനം കൂടി കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഭയവും ഭാരവും കൂടുന്നല്ലാതെ. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ധ്യാനം കൂടി കഴിയുമ്പോൾ മനുഷ്യൻ്റെ ടെൻഷൻ കൂടുകയാണ്. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെല്ലാം കേൾക്കുന്നതിന് മുമ്പ് സമാധാനം ഉണ്ടായിരുന്നു, ദൈവം ഇതെല്ലാം കൂടെ കേട്ടിട്ടുണ്ട് ഉള്ള സമാധാനം ഇവിടെ പോയി. സുവിശേഷം സത്യത്തിൽ മനുഷ്യരെ സ്വതന്ത്രരാക്കുന്നതാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും സുവിശേഷം ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അയാൾ പറയും, ആഹാ ഈ പ്രശ്നം അത്രേ ഉള്ളല്ലേ. കാരണം സുവിശേഷം നൽകുന്ന ശക്തി അതാണ്. റോമർ 1:17 വിശ്വസിക്കുന്ന ഏവർക്കും, യഹൂദനോ ഗ്രീക്കുകാരനോ ആവട്ടെ, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ദൈവശക്തി വിശ്വസിക്കുന്ന ഏവർക്കും, യഹൂദനോ ഗ്രീക്ക് എന്ന് 16 17 റോമർ 1 വേണ്ട നോക്കണ്ട, അവിടെ ഉണ്ടത് 17 18 16 സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് എന്ന് പറഞ്ഞേ. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ദൈവശക്തിയാണ്, ദൈവശക്തി ഉണ്ടോ? അപ്പോൾ ആ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ടത് ഭയമാണോ ശക്തിയാണോ? നിങ്ങൾ പറ. ശക്തിയാണ്. അത് സുവിശേഷം കേട്ടാലേ ശക്തി കിട്ടൂ, വേറെ എന്ത് കേട്ടാലേ ശക്തി കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ പത്രോസ്ലീഗ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൽ, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ ഈശോ അടുത്ത് പറയുകയാണ്, യോനായുടെ പുത്രനായ ശീമോനെ, സൈമൺ ബർ ജോന, ശീമോൻ ബർ ജോന, ബർത്തിമേയൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിമയൂസിൻ്റെ പുത്രൻ. ബർ യോന, യോനായുടെ പുത്രൻ അല്ലേ? ആബായുടെ പുത്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ്, പിതാവിൻ്റെ പുത്രൻ എന്നാണ് ബറാബാസിൻ്റെ അർത്ഥം. ബർ. അപ്പോൾ സൈമൺ ബർ ജോന, യോനായുടെ പുത്രനായ ശിമയോനെ. ഇവിടെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഈ ജോന, ആ വാക്കിന്, യോന എന്നുള്ള ഒരു പേര് മാത്രമല്ല, ആ വാക്കിൻ്റെ അർത്ഥം പ്രാവെന്നാണ്. പ്രാവിൻ്റെ പുത്രനായ ശീമോനെ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പുത്രനായ ശീമോനെ, കൃപയുടെ പുത്രനായ ശീമോനെ. എന്താ അങ്ങനെ വിളിക്കുന്നറിയാമോ? ഇത് നിനക്ക് വെളിപ്പെടുത്തി കിട്ടിയതാണ്, പരിശുദ്ധാത്മാവ് തന്നതാണ്. ബർജോന, പരിശുദ്ധാത്മാവിൻ്റെ മോനെ, പരിശുദ്ധാത്മാവ് തന്നതാടാ. അപ്പൊ ഈശോ പറയുകയാണ്, മാംസരക്തങ്ങൾ, ശ്രദ്ധിക്കണേ, മാംസരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ യേശു ആരാണെന്നും നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ട് ഞാൻ പറയുന്നത് അക്ഷരം പടി വിഴുങ്ങുകയും വിശ്വസിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ യേശു ആരാണെന്നും ദൈവം ആരാണെന്നും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു അഭിഷേകമായിട്ട് അത് തരാൻ പോവാണ് ആ അറിവ്. അത് നിങ്ങൾ എന്നെ വിശ്വസിക്കാതെ, ഞാൻ പറയുന്നത്, എന്നെ വിശ്വസിക്കാതെ എനിക്കറിയാം. കാരണം എനിക്കത് അത്രയും മനസ്സിലാവുകയും ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് കണ്ണ് തുറക്കപ്പെട്ടാലേ അത് മനസ്സിലാവും, അല്ലേ അത് മനസ്സിലാവില്ല. അപ്പോൾ ഇതങ്ങോട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് കാണുമ്പോൾ എല്ലാം അറിയാമെന്നൊക്കെ തോന്നും, പക്ഷെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇത് എന്നെ വിശ്വസിക്കുകയും ഞാൻ നിങ്ങൾ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച് പറയുകയാണ്, നിങ്ങളിത് ആഗ്രഹിച്ചാൽ ഇന്ന് നിങ്ങൾക്കതൊരു വെളിപാടായിട്ട് കിട്ടും. ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ശരിക്കും ദൈവം ആരാണെന്ന് അറിയണോ, ദൈവത്തിൻ്റെ സ്വഭാവം അറിയണോ, ശരിക്കും യേശു ആരാണെന്ന് അറിയണോ, യേശുവിൻ്റെ ശക്തി എന്താണെന്ന് അറിയണോ, അതിന് മാംസരക്തങ്ങൾക്ക് അറിയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തോരം കടന്ന് തലകുത്തി മറിഞ്ഞ് പരിശ്രമിച്ചാലും അറിയാൻ പറ്റില്ല.
ഈശോ പറയുകയാണ്, അത് പിതാവ് വെളിപ്പെടുത്തി തരണം. മനസ്സിലായി? സുവിശേഷം പിതാവ്. ഇന്ന് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾക്കിത് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. ഞാൻ അത് നിങ്ങളെ ഭംഗിവാക്കി ഞാൻ പറയല്ല, ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമേ, അത്രയും നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ്റെ ഹൃദയവേദന. അത് ദൈവമേ, ഇത് മനസ്സിലാവുന്നില്ലല്ലോ. ചില അപ്പോൾ ഭയങ്കര വേദനയും ഭാരവും തോന്നും. പറഞ്ഞിട്ട് മുറി വന്നിരിക്കുമ്പോൾ വലിയ ചങ്ക് വേദന വരും. ദൈവമേ, ഇത് മനസ്സിലാവുന്നില്ലല്ലോ. നാം മനസ്സിലാവും കേട്ടോ. ഇത്തിരി കഴിയുമ്പോൾ 1 ദിവസം 2 ദിവസം ധ്യാനമൊക്കെ തുടങ്ങി 2 ദിവസം 3 ദിവസമൊക്കെ കഴിയുമ്പോൾ തുള്ളിച്ചാടിക്കൊണ്ട് ആളുകൾ വരും. മനസ്സിലായി, അയ്യോ ഇതായിരുന്നല്ലേ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്, അയ്യോ ഇതായിരുന്നല്ലേ ഞങ്ങൾ വിശ്വസിച്ചത്. പിടികിട്ടും. ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ അത്രയും ഹൃദയവേദന അനുഭവിക്കുന്നുണ്ടെന്ന് എൻ്റെ കർത്താവിനറിയാം. വേറെ ഒന്നിനെ കുറിച്ചല്ല. ദൈവമേ, സുവിശേഷ ആളുകൾക്ക് പിടികിട്ടുന്നില്ലല്ലോ, വേറെ എന്തൊക്കെയോ ആണല്ലോ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഈ വേദനയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്കിത് വെളിപാടായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ വെട്ടം വലം തിരിയരുത്. വേറെ മണ്ണ് വാങ്ങാനും മാങ്ങ പറിക്കാനും ഒന്നും ഇപ്പോൾ പ്രാർത്ഥിക്കരുത്. ഇപ്പോൾ ഇത് കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഈ ചക്ക മാങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. ചക്കയും മാങ്ങയും നിങ്ങളുടെ പോക്കറ്റിൽ കൊണ്ടുവന്നിടാൻ മാലാകമാർ ഇവിടെ ക്യൂ ആണ് കൊണ്ടുവന്നിടാൻ. എന്നാ വേണ്ടേ ഇപ്പം തരാം എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈശോ പറയുകയാണ്, പത്രോസേ, നീ യോനായുടെ പുത്രനാണ്, നീ യോഹന്നാൻ്റെ പുത്രനാണ് നീ. അപ്പോൾ ആ യോഹന്നാൻ്റെ പുത്രനായ നിനക്ക് നിൻ്റെ എഡ്യൂക്കേഷൻ വഴി കിട്ടിയതല്ലടാ ഇത്, നിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതല്ലടാ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യേശുവിനെ ശരിക്ക് ആർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടോ അവരെല്ലാം അത് മനസ്സിലാക്കിയത് വിദ്യാഭ്യാസം കൊണ്ടല്ല, വെളിപാട് കൊണ്ടാണ്. വെളിപാട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഞാൻ വേഗം വായിക്കാം. അത് തന്നെയാണ് രാവിലെ കിട്ടിയത്. പൗലോസ്ലീഹ പറയുന്നത് ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്. ഇത് നിങ്ങൾ കേട്ടോണേ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-12. ഗലാത്യർ 1:11-12. നിങ്ങൾ എല്ലാവരും എടുത്തേ. സ്ക്രീനിൽ നോക്കിയേ. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല. അതിന് വേറൊരു വാക്ക് പറഞ്ഞേ, മാനുഷികം. മാംസവും രക്തവും പറഞ്ഞു തന്നല്ല. ഞാൻ പ്രവർത്തിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. കണ്ടോ, സുവിശേഷം മനസ്സിലാവണമെങ്കിൽ ഈ വെളിപാട് കിട്ടണം. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാവർക്കും കിട്ടും. ഞാൻ വെറുതെ പറയല്ല. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു അമ്മച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ആ അമ്മച്ചിക്ക് വരെ കിട്ടും. ഇന്ന് മുതൽ നിങ്ങൾ നോക്കൂ, കിട്ടിയിരിക്കും. കർത്താവ് പറയുകയാണ്, ഈ സുവിശേഷം എന്നെ ആരും പഠിപ്പിച്ചതല്ല, ഒരു വെളിപാടിലൂടെയാണ് അതെനിക്ക് കിട്ടിയത്. ഇനി നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ എടുത്തേ. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, 1-ാം ലേഖനം 2-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിച്ചേ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അവൻ്റെ അഭിഷേകം പഠിപ്പിക്കും. അഭിഷേകം എന്ന് പറഞ്ഞാൽ അവൻ തരുന്ന ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഞാനതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, ഈ കർത്താവ് മനസ്സിലാക്കിയ രീതിയിൽ, അപ്പസ്തോലന്മാർ മനസ്സിലാക്കിയ രീതിയിൽ, ആദിമ സഭ മനസ്സിലാക്കിയ രീതിയിൽ, ഇന്ന് സഭയുടെ ഔദ്യോഗിക പ്രബോധനം പഠിപ്പിക്കുന്ന രീതിയിൽ സുവിശേഷം മനസ്സിലാകണമെങ്കിൽ അതിനൊരു വെളിപാട് കിട്ടണം. അത് എഫേസോസ് ലേഖനം 1-ാം അധ്യായം 1-ാം അധ്യായം 17-ാമത്തെ തിരുവചനം വായിച്ചേ. എഫേസോസ് ലേഖനം 1-ാം അധ്യായം
17 തിരുവചനം എല്ലാവരും വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കണം. അതായത് യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ഒരാത്മാവിനെ കിട്ടണം. അല്ലെങ്കിൽ നമ്മളിലുള്ള ജ്ഞാനവും വെളിപാടും തുറക്കപ്പെടണം. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ സ്വീകരിച്ച ജ്ഞാനം തുറക്കപ്പെടണം. എങ്കിലേ ഈ സുവിശേഷം വായിക്കുമ്പോൾ ആ സുവിശേഷം എന്താണെന്ന് പിടികിട്ടും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. കോരിന്തോസ് ലേഖനം എടുത്ത് 1 കോരിന്തോസ് 2-ാം അധ്യായം 6 മുതൽ 10 വരെ. 1 കോരിന്തോസ് 2-ാം അധ്യായം 6 മുതൽ 10 വരെ. 1 കോരിന്തോസ് 2-ാം അധ്യായം 6 മുതൽ 10 വരെ. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷെ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. അടുത്ത ശ്രദ്ധിച്ച്, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ്. അപ്പം ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം പൗലോസ് പറയുകയാണ്, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ അർത്ഥം കിട്ടിയേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്നാ പിടികിട്ടി അത് വായിച്ചപ്പോൾ? നിങ്ങൾക്ക് എന്നാ തോന്നിയേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് അതെന്താ? കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. ഇത് വായിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നത് എന്താണെന്നായിരിക്കും? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി എന്താണ് സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്? സ്വർഗം അല്ലേ? സ്വർഗം അല്ലേ? അപ്പോൾ സ്വർഗത്തിലെ തറ മാർബിളാണോ, സ്വർണ്ണമാണോ, പൊന്നാണോ, തങ്കമാണോ, സ്ഫടികമാണോ? അതൊന്നും കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ ആണോ? അതല്ല. അതല്ല. അതായത് ഈ നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ എന്നാ കിട്ടുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നല്ല ഈ പറയുന്നത്. എന്താ പറയുന്നതെന്നറിയാമോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ കൊടുത്തിരിക്കുന്ന മഹത്വവും ശക്തിയും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ അമ്മച്ചി, ഇപ്പം എല്ലാ ആഴ്ചയും വരുന്നൊരു അമ്മച്ചിയാണിത്. അപ്പോൾ ഈ അമ്മച്ചിക്ക് മാമോദീസ വഴിയും വിശുദ്ധ കുർബാന വഴിയും ഈ അമ്മച്ചിക്ക് കൂദാശകൾ വഴിയും സഭയിലൂടെയും ദൈവം കൊടുത്തിരിക്കുന്ന മഹത്വം എന്താണെന്ന് ഈ അമ്മച്ചിയുടെ കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഈ മനസ്സ് ഇതുവരെ അത് ഗ്രഹിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിച്ചാലുണ്ടല്ലോ ഈ അമ്മച്ചി ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കും. പക്ഷെ അമ്മച്ചി ഗ്രഹിക്കും. ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞ് അല്ലേ? കിട്ടും. മനസ്സിലായല്ലോ? അതായത് ദൈവം ഇപ്പം മാമോദീസ സ്വീകരിച്ച് വൈകി മാമോദീസ സ്വീകരിച്ച ഒരാളാണ് അല്ലേ? ആണല്ലോ. അപ്പം മാമോദീസ വഴി ഈ ചേട്ടന് ദൈവം കൊടുത്തിരിക്കുന്ന മഹത്വവും ആദരവും വിലയും സ്വർഗരാജ്യത്തിൽ ഈ മനുഷ്യനുള്ള ആ മഹത്വമൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇതുവരെ കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് അത് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. കുറച്ച് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്, എല്ലാം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ഇദ്ദേഹം ഒരു ബോംബാവും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മഹത്വം നമുക്ക് പൗലോസിലേക്ക് അതാ പറയുന്നത്. അല്ലാതെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നാ കിട്ടുമെന്ന് ഇതുവരെ ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പിടികിട്ടിയോ? അതായത് മാമോദീസ വഴിയും വിശുദ്ധ കുർബാന വഴിയും ദൈവം നമുക്ക് തന്നിട്ടുള്ള മഹത്വത്തിൻ്റെ ആ ശക്തി, ദൈവം നമുക്ക് തന്നിട്ടുള്ള ശക്തി, ദൈവം നമുക്ക് തന്നിട്ടുള്ള അഭിഷേകം, ദൈവം നമുക്ക് തന്നിട്ടുള്ള കൃപ നമുക്കിതുവരെയും പിടിയിട്ടിട്ടില്ല. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു നിങ്ങൾ പറ. നിങ്ങൾ ആലോചിച്ചു, എന്തോ ഒരു പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ. അതായത് നമുക്ക് സുവിശേഷം ഇതുവരെയും മനസ്സിലായിട്ടില്ല. മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, കൂദാശകൾ, സഭ,
പൗരോഹിത്യം, ബലിപീഠം, ഇതിലൂടെ നിന്നിലേക്ക് ദൈവം വർഷിച്ച മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുന്ന സുവിശേഷം. അത് മനസ്സിലാവുമ്പോൾ അന്ത്യം ആഗതമാവും. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ഇത് വായിച്ചേ, എന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ആണോ? ദൈവം അതെല്ലാം നമുക്ക് ആത്മാവ് മുഖേന, ആ വാക്കെന്താണ്? അടുത്ത വാക്കെന്താണ്? വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. വെളിപ്പെടുത്തി. ഇന്ന് കിട്ടുമോ? ഇന്ന് കിട്ടിയിരിക്കും. അതായത് നമുക്ക് ഇന്ന് ഇപ്പോൾ നമ്മൾ ബലി അർപ്പിക്കാൻ പോകില്ലേ, ബലി അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം, ദൈവമേ എനിക്ക് ഇന്ന് ഞാൻ ബലി അർപ്പിക്കുമ്പോൾ ഈ ബലിപീഠത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് കുറച്ചെങ്കിലും എനിക്കിന്ന് മനസ്സിലാക്കി തരണം. ബുദ്ധിയിലല്ല, ഹൃദയത്തിൽ. അങ്ങനെ ഹൃദയത്തിൽ മനസ്സിലാക്കിയാൽ, ഹൃദയത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്നാ ആനന്ദം വരും. അത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധിയിലല്ല, ഇത് ആളുകൾക്ക് ഹൃദയത്തിൽ അങ്ങ് പിടികിട്ടണം. ഹൃദയത്തിൽ ഇതങ്ങോട്ട് പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കുർബാന എടുത്തിങ്ങനെ ഭക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ ആനന്ദം വരും. കാരണം എൻ്റെ ദൈവം 2 മിനിറ്റ് കഴിഞ്ഞ് ആ ദൈവം എൻ്റെ ഉള്ളിൽ. ഇതെത്ര ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ തലയിലേക്ക് കയറൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറന്നാൽ നിങ്ങൾക്കിത് ചങ്കിൽ മനസ്സിലാവും. അപ്പം നിങ്ങൾ കുർബാന സ്വീകരിച്ചിട്ട് അലറിക്കരയും. ജോൺ മരിയമേനെ പറഞ്ഞു, ഒരച്ഛൻ ആ അച്ഛൻ ചൊല്ലുന്ന കുർബാനയുടെയും ആ അച്ഛൻ സ്വീകരിച്ച പൗരോഹിത്യത്തിൻ്റെയും വില അറിഞ്ഞാൽ ഹൃദയം പൊട്ടി ചത്തുപോകും. അതുകൊണ്ടാണ് ദൈവം പലതും ഇത്തിരിയൊക്കെ മനസ്സിലാക്കി തരൂ. ശരിക്കും അറിഞ്ഞാൽ നമ്മൾ അപ്പം തീരും. അപ്പം അതുകൊണ്ട് ഒന്ന് ആഗ്രഹിക്കുക, ഉള്ളുകൊണ്ട് കർത്താവേ എനിക്കിത് മനസ്സിലാക്കി തരണേ. അങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്ക് മനസ്സിലാക്കി തരണേ, എനിക്കിതൊന്ന് മനസ്സിലാക്കി തരണേ കർത്താവേ, എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ കർത്താവേ, എനിക്ക് ജ്ഞാനം തരണേ കർത്താവേ, വെളിപാടിൻ്റെ ആത്മാവിനെ തരണേ കർത്താവേ. അതൊന്ന് പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നടന്നു പോകുമ്പോൾ നിങ്ങൾ അസാധാരണമായ ധൈര്യത്തോടെ നടന്നു. നിങ്ങളുടെ ഭയം പോയെന്ന്. കാരണം എൻ്റെ ദൈവമല്ലേ, എൻ്റെ ദൈവം. നമ്മളിതൊന്നും വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസം എന്താണ്? 40 ദിവസം ഈ പ്രാർത്ഥന ഈ പേപ്പറിനകത്ത് എഴുതി ചുരുട്ടി വെച്ചാൽ വല്ലതും നടക്കും. ഇതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ ചോദിച്ചു നമ്മൾ എവിടെ കിടക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ താഴെ അംഗൻവാടി പോലും ആയിട്ടില്ല. ഈ ബലിപീഠത്തിൽ സംഭവിക്കുന്നത് വിശ്വാസം ഇല്ലാത്ത നമ്മൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് 50 ദിവസം ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഈ കൊച്ചിൻ്റെ ആ ബന്ധനം മാറും. ഈ ബലിപീഠത്തിൽ സംഭവിക്കുന്നത് നമ്മൾ വിശ്വസിച്ചിട്ടില്ല. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ യോനായുടെ പുത്രനായ, പരിശുദ്ധാത്മാവിൻ്റെ പുത്രനായ സൈമൺ ബർജോന, പ്രാവിൻ്റെ പുത്ര, കഥ പറയുകയാണ്. ഇനി നോക്കിയേ നിങ്ങൾ, സഭ വളരെ ഇത് ഒഴിപ്പ് വിടാൻ പറ്റുന്ന കേസല്ല ഇത്. നിങ്ങൾ മടുത്തോ? ഇങ്ങോട്ട് നോക്കിയേ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് പറയുകയാണ്, ഇത് സത്യവിശ്വാസമാണ്. ഈ സത്യവിശ്വാസം, പത്രോസേ നീ ഇപ്പോൾ പറഞ്ഞെന്താണ്? സത്യവിശ്വാസമാണ്. ഈ സത്യവിശ്വാസത്തിൻ്റെ പുറത്തെ ഞാൻ എൻ്റെ സഭയെ പണിയൂ. വേറെ അവിടെ എവിടെയെന്ന് അവിടെ ഒരു മൊട്ടക്കുന്ന്, അവിടെ ഒരു പാറ, അവിടെ ഒരു ചെറിയ കല്ല്, അവിടെ മണ്ണളി, കുറേ മണൽ, അതിൻ്റെ പുറത്ത് ഇരിക്കട്ടെ സഭ. നോ. സത്യവിശ്വാസം പറഞ്ഞ, പഠിപ്പിച്ച, വിശ്വസിച്ച, ജീവിച്ച പിതാക്കന്മാരുടെ അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ മേൽ പണിതുയർത്തപ്പെട്ട സഭയാണ് യേശുവിൻ്റെ സഭ. വേറൊരു സഭയല്ല.
അപ്പസ്തോലിക പാരമ്പര്യം അത് ഏത് സഭയിലുണ്ടോ ആ സഭ കണ്ണും പൂട്ടി നിങ്ങൾ അതിനെ സ്വീകരിച്ചോ. അപ്പസ്തോലിക വിശ്വാസത്തിൻ്റെ തുടർച്ച, അപ്പസ്തോലന്മാരുടെ വിശ്വാസം. അതായത് ഇന്നലെ വന്ന ഒരുത്തന് തോന്നിയ വിശ്വാസമല്ല, റൊട്ടിയും ജ്യൂസും വെച്ച് കുർബാനയെല്ലാം, അതൊന്നല്ല. അത് മെനഞ്ഞാന്നുണ്ടായ ഒരുത്തന് രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നിയ വൈകാരിക ഇതാണ്. മെനഞ്ഞാന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നിയാണ്, നിന്ന് റൊട്ടിയും ജ്യൂസും വെച്ച് കുർബാനയെല്ലാം. അപ്പസ്തോലിക പാരമ്പര്യം. അപ്പസ്തോലിക എന്ന് പറഞ്ഞാൽ പത്രോസ്, പൗലോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ അപ്പസ്തോലന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ തുടർച്ച. അതുപോലെ അവർ പഠിപ്പിച്ചു അങ്ങനെ വന്ന അപ്പസ്തോൽ. അതാണ് സത്യവിശ്വാസമാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭ. അതാ പറയാണ്, ഈ വിശ്വാസത്തിൻ്റെയും ഈ ഏറ്റുപറച്ചിലിൻ്റെയും മുകളിലാണ് ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കാൻ പോകുന്നത്. ഈ സത്യവിശ്വാസം നീ പറഞ്ഞില്ല, അതിൻ്റെ മേളിലാണ്, ആ പാറമേലാണ് എനിക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നീ പറയാൻ പോകുന്നതും പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല. ഇപ്പോൾ അനേക ആളുകൾ ഈ കേരളത്തിൽ അതിൻ്റെ വേരുകൾ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വാട്സാപ്പിൽ വരുന്ന എല്ലാ സന്ദേശവും കത്തോലിക്ക മാതാവിൻ്റെ പടം വെച്ചതുകൊണ്ടോ ഈശോയുടെ പടം വെച്ചതുകൊണ്ടോ സത്യപ്രബോധനം ആവണമെന്നില്ല. കേട്ടോണ്ടോ? ഈ കാലഘട്ടത്തിൽ വളരെ സൂക്ഷിച്ചോണം ഇത്. അതായത് മാതാവിൻ്റെ പേരിലോ ഈശോയുടെ പേരിലോ ഒക്കെ ഉള്ള ഗ്രൂപ്പുകളാണെന്ന് കരുതി സത്യവിശ്വാസം ആവണമെന്ന് നിർബന്ധമില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തിക്രിസ്തുവാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കത്തോലിക്ക സഭയെ നശിപ്പിക്കാനുണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും കത്തോലിക്ക ഗ്രൂപ്പുകളിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഗ്രൂപ്പിൽ എത്ര വിശുദ്ധനാണെങ്കിലും അത് പോകരുത്. നിങ്ങളെന്താ വിചാരിച്ചേ? നിങ്ങളെന്താ വിചാരിച്ചത്? ഇത് 2000 വർഷമായിട്ട് സാമ്രാജ്യങ്ങൾക്ക് തകർക്കാൻ പറ്റാത്തൊരു സഭയാണ്. അതിന് മാർപ്പാപ്പയ്ക്ക് തകർക്കാൻ പറ്റുമോ? നിങ്ങളെന്താ വിചാരിച്ചേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം തകർക്കാൻ ആർക്കും പറ്റില്ല. കത്തോലിക്ക സഭയെ ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പ നശിപ്പിക്കാൻ തുടങ്ങുന്നു. പിശാച് ഇളക്കി വിടുന്നതാണ്. നിങ്ങളെന്താ വിചാരിച്ചത്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞ ഉടനെ സഭയുടെ വിശ്വാസം തകർന്നു വീഴും നിങ്ങൾ വിചാരിച്ചോ? അതുകൊണ്ട് മാർപ്പാപ്പയെ കുറ്റപ്പെടുത്തുകയും മാർപ്പാപ്പയെ ദൂഷിക്കുകയും ചെയ്യുന്നവർ സത്യവിശ്വാസികളാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അവരുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറണം. കാരണം അത് സഭയുടെ പ്രബോധനങ്ങൾക്കെതിരാണ്. മാർപ്പാപ്പയെ ദൂഷിക്കുകയാണ്. എന്തറിഞ്ഞിട്ടാണ്? എന്തെങ്കിലും വായിച്ചു പഠിച്ചിട്ടുണ്ടോ? എത്രയോ നൂറ്റാണ്ടുകളായിട്ട് എത്രയോ മാർപ്പാപ്പമാർ. നിങ്ങൾക്കറിയാവോ, ഒരു വളരെ മോശമായ ജീവിതം നയിച്ചിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്ന ഒരു മാർപ്പാപ്പ, അദ്ദേഹം മാർപ്പാപ്പയായിട്ട് അദ്ദേഹം ആ പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് വന്ന് അവിടെ ഇരുന്നത് മുതൽ ഈ മനുഷ്യൻ മാറി. അത് വിശുദ്ധരായി. മനസ്സിലായോ? അതായത് ഈ പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് ഒരാൾ വന്നാൽ അയാൾക്ക് കർത്താവ് പറയാണ്, നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടാതെ ഞാൻ നോക്കൂടാ പത്രോസേ. അത് ഈ കേരളത്തിലുള്ള 3-4 പേര് സത്യവിശ്വാസം മാർപ്പാപ്പയുടെ വിശ്വാസം പോകാതിരിക്കാൻ നടക്കുകയാണ്. കർത്താവ് നോക്കൂ, അത് കർത്താവിൻ്റെ സഭയാണത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സഭയാണത്. കർത്താവിൻ്റെ സഭയാണിത്. കർത്താവിന് 2000 കൊല്ലമായിട്ട് ഈ സഭയിൽ സത്യവിശ്വാസം കളയാതെ നോക്കാൻ അറിയാമെങ്കിൽ കർത്താവിന് യുഗാന്ത്യം വരെ ഈ സഭയെ നോക്കാൻ അറിയാം. നീയൊന്നും അതിന് പുറകെ വാലത്തി പിടിച്ച് നടക്കേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നുണ്ട്? ഇതാണ് ഉറപ്പ്. ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിന് കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം. അതുകൊണ്ട് കണ്ണും പൂട്ടി മാർപ്പാപ്പയെ അനുസരിക്കണം. മനസ്സിലായില്ലേ? ഞാൻ പാമ്പളാനി പിതാവിനോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു. എൻ്റെ പിതാവ് എന്തോ ഇത് അതായത് കുറേ ആളുകൾ കത്തോലിക്കരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്തറിഞ്ഞിട്ടാണ്? എന്തെങ്കിലും വായിക്കുക, എന്തെങ്കിലും അറിയുക, എന്തെങ്കിലും ചെയ്തിട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഒരാൾ 4 അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങ് സിദ്ധനായിട്ട് പിന്നെ അയാൾ പഠിപ്പിക്കുന്നതെല്ലാം
ഒരിക്കലും നിങ്ങൾ വഴി തെറ്റരുത്. മനസ്സിലായോ? സഭ പഠിപ്പിക്കേട്ടം വല്ലം തിരിയരുത്. മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞാൽ കർത്താവ് പറഞ്ഞാണത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ദോണ്ടറ എല്ലാം പോകുന്നു, ആമസോൺ പാൻ ആമസോൺ സിനഡ് വരുന്നു, അപ്പോൾ അവിടെ പെണ്ണുങ്ങളെ പിടിച്ച് അച്ഛന്മാരാക്കാൻ പോകുന്നു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? ഓണ്ടറ ഇവെല്ലാം തീർന്നു, ഇവിടെ കുറേ വരുന്നു, സ്വർഗഭോഗികളെ വൈദികരാക്കാൻ നോക്കുന്നു, സ്ത്രീകളെ അച്ഛന്മാരാക്കാൻ നോക്കുന്നു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? നിങ്ങൾ എന്തറിഞ്ഞു? നിങ്ങൾക്ക് ഈ സഭയുടെ ചരിത്രം അറിയുമോ? നിങ്ങൾക്ക് ഈ സഭ ആരാണ് സ്ഥാപിച്ചതെന്നറിയുമോ? നിങ്ങൾക്കിത് ആരുടെ മേലാണ് സ്ഥാപിച്ചതെന്നറിയുമോ? ഇത് പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയാണ്. നിങ്ങൾ വാലുവൊക്കെയാലൊന്നും ഇത് തഴവിടില്ല. ഇത് സഭയാണ്, ഇത് കർത്താവിൻ്റെ സഭയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. ആ ഒരു ഉറപ്പ്. കാരണം 2000 വർഷമായിട്ട് ചക്രവർത്തിമാരും സാമ്രാജ്യ അധിപതികളും പിശാചും അവൻ്റെ സേവകരെ സകലരും നോക്കിയിട്ട് തകർക്കാൻ പറ്റിയോ? തകർക്കാൻ പറ്റിയിട്ടില്ല. കർത്താവിൻ്റെ സഭ. അതുകൊണ്ട് നിങ്ങൾ സഭയെ സ്നേഹിക്കണം, സഭയുടെ കൂടെ നിൽക്കണം. മാർപ്പാപ്പയെന്നും കുറ്റം പറയുന്നവരുടെ ആരുടെയും കൂടെ പോകരുത്. മാർപ്പാപ്പയെ ദുഷിക്കുന്നവരുടെ കൂടെ പോകരുത് കേട്ടോ, ഒരിക്കലും ചെയ്യരുത്. മാർപ്പാപ്പ പാവം. എങ്ങനെ പറയാൻ തോന്നുന്നു ആർക്കറിയാം? ഓരോ പിശാചുകൾ കയറിയിട്ടേ മാർപ്പാപ്പയെ ദൂഷിക്കുകയാണ്. എന്നിട്ട് അത് ഓരോന്ന് തരും, അതൊക്കെ വായിച്ചിട്ട് ശരിയാണല്ലോ. ഇതിൻ്റെയൊക്കെ വെളിവെവിടെ പോയെന്ന് ആർക്കറിയാം? ഇപ്പം ഈ പാടണം, വെളിവു നിറഞ്ഞോരീശോ. വെളിവ് തരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, ഈ കാലഘട്ടത്തിൽ എന്തൊരു നിങ്ങൾക്ക് വേദനയില്ലേ? നിങ്ങൾ പറ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറ്റം പറയുകയാണ്. ആരാണ്? പുറത്തുള്ളവരാണ്. നമുക്ക് പോട്ടെന്ന് വെക്കാം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങൾ പത്രോസിനോടൊപ്പമാണ്, ഞങ്ങൾ സഭയോടൊപ്പമാണ്, ഞങ്ങൾ കർത്താവിനോടൊപ്പമാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക്. അതുകൊണ്ട് ഞാൻ പിതാക്കന്മാരുടെ പ്രബോധനം വായിക്കുമ്പോൾ പിതാക്കന്മാർ പറയുകയാണ്, എല്ലാ കാലത്തും സഭ തെറ്റായ പഠിപ്പീരുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പാണ് കർത്താവ് ഇവിടെ നൽകിയത്. മനസ്സിലായോ? അതായത് ലോകമുള്ള കാലത്തോളം ഈ സഭ തെറ്റാവരം, അപ്രമാദിത്വം, അത് തെറ്റ് പഠിപ്പിക്കാതിരിക്കാനുള്ള ഒരു സംരക്ഷണമാണ് മാർപ്പാപ്പയ്ക്ക് കർത്താവ് കൊടുത്തത്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ലടാ, നീ പേടിക്കണ്ട. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, അല്ലെ സ്വർഗരാജ്യത്തിൻ്റെ ആ സമാധാനം കിട്ടുന്നത് സത്യവിശ്വാസം കിട്ടുമ്പോഴാണ്.